എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. രക്ഷപ്പെടുത്തി എന്ന സ്ഥിരീകരണമാണ് ബൽറാം നമ്മളുടെ പ്രതിനിധി അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഗൂഗിളിൽ? തീർച്ചയായും ആ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യം ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ അങ്ങോട്ട് നൽകിയിട്ടുണ്ട്. അത് കൂടി സംരക്ഷണം ചെയ്യണമെന്ന് അവിടുത്തെ PCR പറയുകയാണ്. ഏതായാലും വലിയൊരു ആശ്വാസമുള്ള ഒരു കാര്യം. കാരണം ആ കുട്ടികളെ കൂടി 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ 3 കുട്ടികളെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഫയർഫോഴ്സിന്റെ വലിയൊരു ദൗത്യമാണ്. ഫയർഫോഴ്സ് ലാഡർ ഉപയോഗിച്ച് ആ കുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി അവിടെ നിന്ന് ഓരോരുത്തരെയായി തന്നെ കയറ്റി പോരുകയാണ് ഉണ്ടായിരുന്നത്. അത് ഏതായാലും ആശ്വാസകരമായ കാര്യമാണ്. ആ കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം നമുക്ക് ആശ്വാസം നൽകുന്നു. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സമാനമായൊരു രക്ഷാ ദൗത്യത്തിന് ചിറ്റൂരിലെ ഇതേ തടയണയുടെ ഭാഗത്ത് തന്നെ ആ സ്ഥലം തന്നെ വേദിയായത്. പക്ഷേ അന്ന് വലിയ ശ്രമകരമായുള്ള ഒരു ദൗത്യമായിരുന്നു. കാരണം വൃദ്ധരായവരടക്കം ആ സംഘത്തിലുണ്ടായിരുന്നു. 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇത് 3 കുട്ടികളാണ്. ഈ കുട്ടികൾ എന്താവശ്യത്തിനാണ് ഇവിടെ എത്തിയതെന്നുള്ള സംബന്ധിച്ചൊരു കാര്യത്തിൽ വ്യക്തതയില്ല. ആദ്യം ആ കുട്ടികളെ രക്ഷിച്ചു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. സ്വാഭാവികമായും കുട്ടികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ പേടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. അവർക്ക് എത്രമാത്രം കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമല്ല. പക്ഷേ ഏതായാലും ആശ്വാസകരമായ കാര്യം എന്ന് പറയട്ടെ, എല്ലാവരെയും രക്ഷിച്ചു എന്നുള്ളത് വളരെയധികം നമുക്ക് ആശ്വാസം നൽകുന്നു. ഇതിനു മുൻപും കഴിഞ്ഞ ദിവസവും ഇതുപോലെ സമാനമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായത്. പുഴയുടെ ഒഴുക്ക് പെട്ടെന്ന് കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കാട്ടിൽ വനമേഖലയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഈ പുഴയുടെ ഒഴുക്ക് അല്ലെങ്കിൽ ഒഴുക്കിന്റെ ശക്തിയൊക്കെ വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രേക്ഷകരെ കാണിക്കുന്ന ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആശ്വാസ തീരത്തേക്ക് ആ കുഞ്ഞുങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ആശങ്ക നിലനിന്ന സ്ഥലത്തു നിന്നും അവർ ആശ്വാസ തീരത്തേക്ക് അങ്ങനെ രക്ഷകരുടെ കരം പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം വലിയ പരിഭ്രാന്തി ഉണ്ടാകും. ആ ദൃശ്യങ്ങളൊന്നും കൂടി കാണാം. അങ്ങനെ ആ രക്ഷാ ദൗത്യം പൂർണ്ണമായിരിക്കുന്നു. 3 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റ് ദൃശ്യങ്ങൾ കൂടി നമുക്ക് എത്തിക്കാൻ കഴിയും പ്രേക്ഷകരെ എന്നാണ് മനസ്സിലാക്കുന്ന. ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫയർഫോഴ്സിനെ സംബന്ധിച്ചോളം അത്യന്തം ദുഷ്കരമായ ഒരു പ്രതിസന്ധി നേരിടുന്നത് ഈ കുത്തി ഒഴുകുന്നതാണ്. കാരണം ജീവൻ പണയം വെച്ച് നമുക്ക് അങ്ങോട്ട് പോവുക അവർക്ക് സാധ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ സാധ്യമായ സംവിധാനങ്ങൾ ആ കുത്തൊഴുക്കിലേക്ക് ഭേദിച്ചുകൊണ്ട് അവരെ രക്ഷാതീരത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ എത്താനായത് എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. ഗൂഗിൾ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. നോക്കൂ, അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം കുത്തി ഒഴുക്കിയാണ്. വനപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള മഴ മൂലം ചിറ്റൂർ പുഴ അങ്ങനെ കരകവിഞ്ഞ് കുത്തി ഒഴുക്കിയാണ്. കാരണം ഒഴുക്ക് ഭയങ്കരമാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ പണിപ്പെട്ട് തന്നെയാണ് ആ കുട്ടികളെ ഇവിടേക്ക് മറുകരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതല്ലേ? തീർച്ചയായും വളരെ ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. കാരണം പ്രജീഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം കുത്തി ഒലിച്ചാണ് ഈ പുഴ ഒഴുകുന്നതെന്ന്. ഈ സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരും മനുഷ്യരാണ്. അവർക്കും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി അവരും അതിനൊക്കെ എല്ലാ സുരക്ഷാ സംവിധാനത്തിനും ഒരു പരിധിയുണ്ട്, ഒരു പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അപകടം അവർക്കും അവരുടെ ജീവനൊക്കെ തന്നെ അപകടമാണ്. അതൊക്കെ പണയം വച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രക്ഷാദൗത്യങ്ങൾക്കൊക്കെ തന്നെ അവർ ഇറങ്ങുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അവർക്കൊക്കെ കാര്യമായ അറിയില്ലല്ലോ. ഇത്തരത്തിൽ പുഴയും ഇങ്ങനെ അപകടങ്ങളെ കുറിച്ചൊന്നും അവർക്കും കൃത്യമായൊരു ബോധ്യം ഉണ്ടാകണമെന്നില്ല. ഏതായാലും ഇത് നമ്മൾ ഈ വാർത്ത കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകരുത്. കാരണം ഈ പുഴയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മഴക്കാലത്ത് വളരെ പെട്ടെന്ന് വെള്ളം ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. അറിയാവുന്ന സ്ഥലമാണെങ്കിൽ കൂടി അവർക്കൊന്നും അത്തരം കാര്യങ്ങൾ അതിജീവിച്ച് പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഏതായാലും
മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ കുട്ടികളെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കഴിഞ്ഞ തവണ നടന്നതിന് സമാനമായ ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലുണ്ടായത് കുട്ടികളാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. ഏതായാലും ആ കുട്ടികളെ കൂടി കരക്കെത്തിക്കാൻ കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികളെ കൂടി, പുഴയിൽ അകപ്പെട്ടിരുന്ന 2 കുട്ടികളെ കൂടി കരക്കെത്തിക്കാൻ കഴിഞ്ഞു. ഏതായാലും വീണ്ടും ആശ്വാസത്തിന്റെ വാർത്തകളാണ് വരുന്നത്.